ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എത്ര ബിസി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും ആ വ്യക്തിക്കും ചെയ്യുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. നമുക്കിതിന് വേണ്ടി വരുന്നത് ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയുള്ള സമയമാണ്. സ്വസ്ഥമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഇരിക്കുക. അതിനുശേഷം നമ്മുടെ കണ്ണുകളെ നമ്മൾ അടയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രീത്തിലൊന്ന് ഫോക്കസ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വിത്തിൻ 1 മിനിറ്റ് നമ്മുടെ മൈൻഡിനെ നമുക്ക് റിലാക്സ് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം നമ്മുടെ മൈൻഡിലൂടെ ഒരു സമയം തന്നെ നിരന്തരം 100,000 ചിന്തകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ചിന്തകളുടെ ഇടയിലേക്ക് നമ്മുടെ ആഗ്രഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹമാകുന്ന ചിന്തയെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അല്ലേ? കടലിൽ കൊണ്ടുപോയി കപ്പിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ ആയിരിക്കും അത്. അപ്പോൾ ആ ചിന്തകളെ നമ്മളൊന്ന് വകഞ്ഞു മാറ്റിയതിന് ശേഷം നമ്മുടെ ആഗ്രഹം എന്താണോ അതുമായി ബന്ധപ്പെട്ട ചിന്തയെ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ റിലാക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തിലൊന്ന് ഫോക്കസ് ചെയ്ത് ഇരിക്കുന്നത് തന്നെയാണ്. വിത്തിൻ 1 മിനിറ്റ് നമ്മുടെ മൈൻഡിനെ നമുക്ക് റിലാക്സ് ചെയ്യുവാൻ കഴിയും. ശേഷം നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് സാലറി കൂട്ടിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ ഒരു സാലറി നമുക്ക് കിട്ടുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടി തന്നെ അതിൻ്റെ ഒരു ക്രെഡിറ്റ് മെസ്സേജ് നമുക്ക് വരുമല്ലോ, നോട്ടിഫിക്കേഷനായിട്ട് വരുമല്ലോ ബാങ്ക് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആകുമ്പോൾ. അപ്പോൾ അത് നിരന്തരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതല്ല എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അംഗീകാരം മറ്റുള്ളവരിൽ നമുക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമ്പത്ത് നമ്മൾ സ്വന്തമാക്കുന്നു. ഇനിയിപ്പോൾ ഏതെങ്കിലും ഹാബിറ്റുകൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പേഴ്സൺ അഡിക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരികളിലുള്ള അഡിക്ഷനോ ഇതൊക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയും. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത് അതിനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ അതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ നല്ല രീതിയിലൊന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ വന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു റിലീഫ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈ അഡിക്ഷൻ തന്നെ ഇല്ലാതാകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റിലീഫ് ഉണ്ടല്ലോ, ആ ഒരു റിലീഫ്, ആ ഒരു ഹാപ്പിനെസ്, അതുപോലെ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അത് നമ്മൾ പ്രപഞ്ചത്തിന് മുൻകൂറായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെ ഈ 3 ഫീലിങ്സ് കൂടെ ഒരുമിച്ച് നമ്മൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് പ്രപഞ്ചത്തിനെ സമർപ്പിക്കുകയാണ്. ആ ആഗ്രഹം നേടിയെടുത്തതിൻ്റെ സന്തോഷം, ആ ആഗ്രഹം നേടിയെടുത്തതിൻ്റെ നന്ദി, ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെതായിട്ടുള്ളൊരു റിലീഫ്, ഇതെല്ലാം നമ്മൾ ആ സമയത്തൊന്ന് ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഫീലിങ്സിലാണ് കാര്യം. കാരണം അതല്ല എങ്കിൽ നമ്മളത് വെറുതെ ഒരു ദിവാസ്വപ്നം കണ്ടതിന് തുല്യമായി പോകും. ആ ഫീലിങ്സോട് കൂടി നമുക്കത് വൈൻഡപ്പ് ചെയ്യാൻ കഴിയണമെന്നുള്ളതാണ് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഫീലോട് കൂടി അത് വൈൻഡപ്പ് ചെയ്യുക. ഇത് ഒരു ദിവസത്തിൻ്റെ തന്നെ പല പ്രാവശ്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ തീരെ സമയമില്ലാത്തവരാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഒരു സമയത്തെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും ഇതിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നീട് ഉച്ച സമയത്തോ ഇനി രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപോ ഒക്കെ നമുക്കിത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സമയത്ത് 1000 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഒറ്റ ഒരു ആഗ്രഹം മാത്രമേ നമുക്ക് ഒരു സമയം വിഷ്വലൈസ് ചെയ്യാൻ പാടുള്ളൂ. അത് നേടിക്കഴിഞ്ഞതിന് ശേഷം അടുത്തതിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടി വരുന്ന സമയം എത്രയാണ്? വെറും 3-4-5 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ അത്ഭുതം നിറഞ്ഞതായിരിക്കും. കാരണം ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ കൊടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ആ ബിലീഫ് സിസ്റ്റത്തിലോട്ട് ഉപബോധ മനസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താണ്, ആ ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി അങ്ങോട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങും. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ തലോടുന്നത് പോലെ ചിന്തകളിലൂടെ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് തലോടിയാൽ മാത്രം മതി. തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്കിത് ചേരുവാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നു മുതൽ തന്നെ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക് നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്ഭുതങ്ങളായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.